2023 വേലുദോസ് ഡയറക്റ്റ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് തുടിയും കരങ്ങൾ. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ കാണുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒരു കാറ് കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇത് സമീപത്തുള്ള ആൾക്കാരെല്ലാം നോക്കുകയാണ്, അവർ പോലീസിനെ അറിയിക്കുകയാണ്. അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഈ കാറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ IG-യുടേതായിരുന്നു. അപ്പോൾ അത് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ആ കാറ് വന്ന് തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിനുള്ളിൽ ഈ IG-യുടെ മകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊലപാതകത്തിനെ ബേസ് ചെയ്ത് ഈ അന്വേഷിക്കുന്നതും, അതേസമയം നായകൻ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു ജേർണലിസം നടത്തുന്നയാളാണ്. ഇയാൾ ജേർണലിസ്റ്റായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറി ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ജേർണലിസം ചെയ്യുന്ന ഒരാളാണ്. ഇയാൾ ഇതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇതിന് പുറകിൽ എന്താണ് നടക്കുന്നതെന്നും ഒക്കെ ബേസ് ചെയ്ത് പോകുന്നതും പലതരം കഥകളെല്ലാം ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അത്യാവശ്യം ഒരു 1 ടൈം വാച്ചബിൾ എന്ന് തോന്നുന്നൊരു സിനിമയാണ്. ഭയങ്കര സൂപ്പർ പടമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ചേർന്നിട്ടുള്ള പഴയ ക്ലീഷയായിട്ടുള്ള പല കാര്യങ്ങളും ബേസ് ചെയ്തൊക്കെ പോകുന്ന സിനിമയാണ്. ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. ഒരു 1 ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുന്ന സിനിമയാണ്. പിന്നെ വിമൽ എന്ന് പറയുന്ന ആക്ടറെ വെച്ച് ഭയങ്കരമായിട്ടുള്ള ആക്ഷനൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 1 ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. കാണാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കാം.